നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് അവരെ മെസ്സേജസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത് ആൻഡ് അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു അവരുടെ കറണ്ട് എനർജി, കറണ്ട് ഫീലിങ്സ് ആൻഡ് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. സോറി, എന്ത് ശരിയാം. ഓക്കെ ഫൈൻ. ഓക്കെ, അവരുടെ മനസ്സിൽ ഇപ്പം എന്താ നടക്കുന്നത്, എന്താ ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓ കിങ് ഓഫ് വാൻഡ്സ്, നൈസ്. ക്വീൻ, ഓ മൈ ഗോഡ്, ക്വീൻ ഓഫ് Pentacles. Eight of Pentacles. Seven of, sorry, ഞാൻ അത് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ദ സൺ. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഒരു മെസ്സേജ് അയക്കാൻ തയ്യാറാവുന്ന പോലെ കാണുന്നുണ്ട്. ഫീലിങ്സിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് മെസ്സേജ് ചെയ്യണം, യുനോ ആ ഒരു രീതിക്ക് അവർ മേ ബി അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി അവർ വളരെ പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോടൊന്ന്. ഇപ്പോൾ ഈ സമയത്ത് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, അവർക്ക് തോന്നുന്നത് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ അവർക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയോ നിങ്ങളോട് അടുക്കാൻ ഇപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും എനർജീസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, ഐ തിങ്ക് അട്രാക്ഷൻ നിങ്ങൾക്കും അങ്ങോട്ട് തോന്നുന്നുണ്ടാവാം, അവർക്കും ഇങ്ങോട്ട് തോന്നുന്നുണ്ട്, രണ്ടും ഉണ്ടാവും. ഇവിടെ കുറച്ചുകൂടി സിറ്റുവേഷനെ പ്രാക്ടിക്കലായിട്ട് അവർ ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളെ അവർ കാണുന്നത് ഒരു ആസ് എ പാർട്ട്ണർ, ആസ് എ ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തി. ഐ തിങ്ക് ഇന്നലത്തെ റീഡിയിലും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ശ്രദ്ധ കൊടുക്കുക, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ കരിയറിലേക്ക്, മേ ബി കരിയർ ഗ്രോത്തിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഫൈനാൻഷ്യലി ഇപ്പോൾ നിങ്ങളെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു നല്ലൊരു ഫാമിലി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതിനൊക്കെ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അത് അവരും അത് കാണുന്നുണ്ട്. ഓക്കെ, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ആണ് നിങ്ങളുടെ ശ്രദ്ധ എന്നവർക്ക് അറിയുന്നുണ്ട്. ഓക്കെ, മേ ബി അവർ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ഇവിടെ 7 of Pentacles ഉണ്ട്. 7 of Pentacles പറയുന്നതും റിലേഷൻഷിപ്പിൽ അവർ ടൈമും എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് അവർ ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾ കരുതുന്ന പോലെ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അത്ര ഉണ്ടാവില്ല, എന്നാലും അവരുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. കുറച്ച് പക്ഷെ അവർ ഒന്ന് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് അവർ ചിന്തിക്കുന്നുണ്ട് ദാറ്റ് ഇതിൽ ഇനിയും ഞാൻ ടൈം ഇടണോ, എഫേർട്ട് ഇടണോ എന്നൊക്കെ അവർ ഐ തിങ്ക് മുൻപ് ചിന്തിച്ചിരുന്നു. ബട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഇല്ല, ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഗ്രോ ചെയ്യണം എന്ന രീതിയിൽ അവർ മനസ്സ് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ സൺ കാർഡും ഉണ്ട്. സോ ഒരു പ്രതീക്ഷ, ഹാപ്പിനെസ് എന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സക്സസ് ആഗ്രഹിക്കുന്നു എന്ന രീതിക്ക് പറയാം. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ച് പേർക്ക് ഇത് ശരിക്കും ബന്ധം എല്ലാവരും അറിഞ്ഞ് സ്വീകരിക്കണം എന്ന രീതിക്ക് കൂടി ആഗ്രഹമുണ്ട്. പറ്റുന്നവർക്ക്, സാധിക്കുന്നവർക്ക്. ഓക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ലൈക്ക് പോസിബിൾ ആയവർ സിംഗിൾസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആണ്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ ശരിക്കും പ്രോപ്പറായിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഒരു മാരേജ്, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ്, ഒരു പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരല്പം ഡിലേ മാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഗ്രോത്തിന് ഒരല്പം ഡിലേ ഉണ്ട്, ക്ഷമ വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവർ വളരെ ക്ഷമയോടെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പരിപാലിച്ച് കൊണ്ടുപോകണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അവരെ ഇമോഷൻസ്, ഫീലിങ്സ് കൂടെ എടുക്കാം. അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ്, ഇന്നർമോസ്റ്റ് Okay.
ഓക്കെ, ക്വീൻ ഓഫ് വാൻസ് വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എനിക്കൊരു തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ ഓൾറെഡി വേറെ വ്യക്തി ഉണ്ടാവാം കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലെങ്കിൽ അതിപ്പോൾ അവർ ഒരു മാരീഡ് ആവണം നിർബന്ധമില്ല, മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ബട്ട് അവർ നിങ്ങളെയാണ് അവരുടെ ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ശരിക്കും ലൈഫിൽ ഒരു സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പായിട്ട് കാണുന്നത്. ഓക്കെ, മറ്റേ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് അവരൊരു അത്ര സീരിയസ് ആയിട്ടല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു അട്രാക്ഷൻ ബേസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയില്ല റെസ്പോൺസിബിലിറ്റി എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, അവർ മേ ബി നിങ്ങളെ ആക്ച്വലി ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് എനിക്ക്. സോ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. മാരീഡ് ആണെങ്കിലും ശരി, ഈവൻ ഇഫ് അവർ മാരീഡ് ആണെങ്കിലും അല്ല വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, അങ്ങനെ കമ്മിറ്റഡ് ആണ്, വേറെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലും ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ തേർഡ് പാർട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു റിഗ്രറ്റ് അവരുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ബേർഡൻ അവരുടെ മനസ്സിൽ അവർ ക്യാരി ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഐ തിങ്ക് ഫേസ് ചെയ്യാൻ പ്രശ്നം ഇതാണ് അവരുടെ ഉള്ളിൽ. ദറ്റ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, സെപ്പറേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു ബൗണ്ടറി വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പേഴ്സൻ്റെ നമ്മൾ ഇത് മനസ്സിൽ അവർക്ക് ചിന്തകളിൽ നിങ്ങളുണ്ട്. ഓക്കെ, ഒരുപാടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം റിയാലിറ്റിയിൽ മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാരണം, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വന്ന കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഒരു ചിലവർക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് കാണാം, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾ തമ്മിലൊരു അല്ലെങ്കിൽ അവരായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ എന്ന രീതിക്ക് അവർ പറഞ്ഞ് കാണാം. ഇവിടെ ഒരു സെപ്പറേഷൻ ബൗണ്ടറി വെക്കലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ബന്ധത്തിൽ ഇനിയും മേ ബി അതായിരിക്കും നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞത്, അവർ ഒരുപാട് ചിന്തിച്ചാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മുന്നോട്ട് വേണോ വേണ്ടേ എന്ന രീതിക്ക് ഒരു ചിന്തിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് റീസൺ വേറൊന്നുമല്ല, തേർഡ് പാർട്ടി അവരുടെ ലൈഫിലുണ്ടെങ്കിൽ ആക്ച്വലി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആയിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നതും കാണുന്നുണ്ട്, രണ്ടും ആയിരിക്കാം. ഇവിടെ എന്തായാലും ആ ഒരു തേർഡ് പാർട്ടി കാരണം ഓക്കെ, അവർക്ക് അതിൻ്റെ ഒരു ബേർഡൻ അവരുടെ മേലെയുണ്ട്. അത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ആയിരിക്കാം, നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഓക്കെ അതിൻ്റെ ഭാരങ്ങൾ അവരുടെ മേലെയുണ്ട് എന്ന രീതിക്കുമായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ്റെ എനർജി എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ആ സെപ്പറേഷനിൽ അവർക്ക് തീരെ സന്തോഷമൊന്നുമില്ല. ഓക്കെ, അവർക്ക് ഒരുപാട് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകൽച്ച ഓക്കെ അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ഇവിടെ ആ തേർഡ് പാർട്ടിയുടെ റീസൺ കൊണ്ടാണ് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വാക്കിംഗ് അവേ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ അവരുടെ 6 ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. എനിവേ നോക്കാം. നിങ്ങളോടുള്ള ഡീപ്പസ്റ്റ് ഫീലിങ്സ് ഒന്ന് എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളോടുള്ള അവരുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് അവരുടെ ഫീലിങ്സ് എന്താണ്? ഇവിടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാവുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഹൈറോഫൻ, നൈറ്റ് ഓഫ് വാൻസ്, 7 ഓഫ് കപ്സ്, തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി ഉണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്. പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ആ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് വന്നത്. ഓക്കെ, മനസ്സിൻ്റെ ഉള്ളിൽ യെസ് അവർ നിങ്ങളെ ആസ് എ പാർട്ട്ണർ കാണുന്നുണ്ട്, ആസ് അവരുടെ ലൈഫിൽ വേണം എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് സിറ്റുവേഷനിൽ മാരേജ് എന്ന രീതിക്കാണ്. ഓക്കെ, മേ ബി അവർ മാരീഡ് ആയിരിക്കാം, കമ്മിറ്റഡ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ട്രഡീഷൻസ് എന്ന് പറയില്ലേ, അവർ മേ ബി നിങ്ങൾ തമ്മിൽ കൾച്ചർ വ്യത്യാസം ഉണ്ടാവാം, റിലീജിയൻ വേറെ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ബട്ട് അവർക്ക് നിങ്ങളോട് ഒരുപാട് പാഷൻ ഉണ്ട് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് അവരുടെ ലൈഫിൽ പക്ഷേ വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് മേ ബി നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ ഡീപ്പ് ഫീലിങ്സിൽ കാണുന്നത് അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിക്കാണ്. പക്ഷേ തടസ്സമുണ്ട്. അഗെയിൻ ക്വീൻ ഓഫ് സോർട്സ് എനർജി വന്നിട്ടുണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ അവരുടെ പാരൻസ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വേറെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് അവിടെ പ്രശ്നമുണ്ട്. സോ അവർക്കത് ഒഴിവാക്കിയിട്ട് വരാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, യെസ് അവർ 2 സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഏതാണ് വേണ്ടത് എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരു ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷേ ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നത് തന്നെ. ഓക്കെ, കാരണം ഇവിടെ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, മേ ബി ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് സിറ്റുവേഷൻ ശരിക്കും പേഴ്സണും മനസ്സിലാക്കാനുണ്ട്, നിങ്ങളും മനസ്സിലാക്കാനുണ്ട്. ഈ സിറ്റുവേഷൻ ഇനി മുന്നോട്ട് എന്ത് വേണം എന്നുള്ളത്. ഓക്കെ, ഒരു തീരുമാനം പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. അവർ ന്യായമായത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സിറ്റുവേഷൻ സാഹചര്യം അവർക്ക് വരുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഫീലിങ്സ് യെസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അത് ഫാമിലി ആവാം, തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ആവാം. എന്തായാലും നമുക്കൊരു ഇപ്പോൾ തൽക്കാലം ഇതിൽ പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മാത്രം നോക്കാം. ഐ എം കമ്മിങ് ടുവേർഡ്സ് യു വിത്ത് ലൈറ്റ്നിങ് സ്പീഡ്. സി അഗൈൻ ഈ കാർഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ 8 of Wands ആണിത്. ഓക്കെ, എന്നാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങൾ എത്രയും വേഗം കാണണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്ന രീതിക്ക് ഉണ്ട് എനർജി. ആൻഡ് ഐ എം ഇൻ ലവ് വിത്ത് യു ആൻഡ് ഐ ചൂസ് യു. ലവേഴ്സ് കാർഡ് നേരത്തെ ചാടി വന്ന ഇടയിൽ ഞാൻ പറഞ്ഞു ലവേഴ്സ് ആയിരുന്നു എന്ന്. സോ ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോ യെസ്, അവർക്ക് നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യുന്നത് ശരിക്കും. ഓക്കെ, അവരുടെ മനസ്സിൽ കൺഫ്യൂഷനൊന്നുമില്ല. അവർക്ക് അറിയാം ദറ്റ് അവരുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ശരി, പക്ഷെ അതിലെവിടെയോ അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചൊന്നുമില്ല. മനസ്സുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട്. ഐ എം മാനിഫെസ്റ്റിംഗ് ഹെൽത്തി ചേഞ്ചസ്. ഞാൻ നേരത്തെ ഇതും പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്ന രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു മേക്ക് ദ റൈറ്റ് കോൾ. ഓക്കെ, അവർ പറയുന്ന അവർക്ക് അറിയാം ദറ്റ് ഇനി സമയമായി, ഞാനൊരു ശരിയായ ഒരു തീരുമാനം എടുക്കേണ്ട സമയമായി എന്നവർക്ക് അറിയാം. ഓക്കെ, and 3 of Cups. I want to get the love, the spark, the fun and the romance back into my love life. നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷം വേണം. നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു പഴയ സ്പാർക്ക്, ലവ്, നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ്, ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അതെല്ലാം അവർ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് Ace of Pentacles, ഈ കമ്മിറ്റ്മെൻ്റ് ആണ്. ഐ എം മാനിഫെസ്റ്റിംഗ് യു, ഐ എം ലുക്കിംഗ് ഫോർ സ്റ്റെബിലിറ്റി ബിറ്റ്വീൻ അസ്. നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫറാണിത്. Ace of Pentacles എപ്പോഴും നമ്മൾ കമ്മിറ്റ്മെൻ്റ് ആണ് പറയുക, സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ലെവൽ അപ്പ്, ലെറ്റ്സ് ഫൈൻഡ് എ ബാലൻസ്, ദർ ഇസ് നോ നീഡ് ടു റഷ് ആസ് വി ആർ ഓൺ ദ റൈറ്റ് പാത്ത്, ഗുഡ് തിങ്സ് നീഡ് ടൈം ആൻഡ് പേഷ്യൻസ്. ഒക്കെ അവർ പറയുന്നത് ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ മുന്നോട്ട് പോകണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു ബാലൻസ് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ എ സ്ട്രക്ചേർഡ് ആൻഡ് ട്രഡീഷണൽ അസോസിയേഷൻ വിത്ത് യു. ഹൈറഫൻ്റെ കാർഡാണ്, നേരത്തെ നമുക്ക് വന്നിരുന്നു. ഞാൻ പറഞ്ഞു അവർ നിങ്ങളെ ശരിക്കും പ്രോപ്പറായിട്ട് അവരുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്രോപ്പറായിട്ട് മാരേജ് ഒക്കെ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ട്രഡീഷണൽ വേയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ മേ ബി ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻ പ്രകാരം ചിലപ്പോൾ അവർക്ക് അത് സാധിച്ചു എന്ന് വരില്ല, ബട്ട് അവർ ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. 2 of Cups, oh my God, you are my true love, the one I'm waiting for. നീ വേറെന്താ വേണ്ടത്? ഓക്കെ, അവർക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, ബട്ട് യെസ്, സാഹചര്യങ്ങൾ ഇവിടെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചൂസ് ചെയ്താലും ഓക്കെ, അവർക്ക് ഏത് ലെവൽ വരെ ഇതിന് നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂഷൻ. ഓക്കെ, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചൊരു ലെക്ചർ പറയാൻ പോവാണ്. സോറി, വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ, റീഡിങ് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയും മനസ്സിൽ വെച്ചിട്ടുണ്ട്, ഇത്രയും ഫീലിങ്സ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് നേരിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ വരുന്നില്ല എന്ന രീതിയിൽ. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. യെസ്, ഇതൊക്കെ മനസ്സിലുണ്ട്. ഇപ്പം നിങ്ങളുടെ ഭാഗത്തായാലും പേഴ്സൻ്റെ ഭാഗത്തായാലും നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, നിങ്ങളിപ്പോൾ എല്ലാവരെയും എതിർത്ത്, ഫാമിലി എതിർത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ എത്രത്തോളം പറ്റും? നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കൂ. ഓക്കെ, അതേപോലെ ഒരു മനുഷ്യനാണ് അപ്പുറത്ത് നിൽക്കുന്നത്, നിങ്ങളെപ്പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീങ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഓക്കെ, യെസ്, അവരെ 100 തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചെറിയ പ്രശ്നങ്ങളും തെറ്റും കുറ്റമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം ആ പേഴ്സണിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തും അതേപോലെ പലതും ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ലെവലായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, ചിലത് അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പ് വേണം, എപ്പോഴും സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറയണൊക്കെ അവർ എന്നോട് കമ്മിറ്റഡ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ അത്രത്തോളം നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കില്ല. ഓക്കെ, നിങ്ങൾ അതിനും അപ്പുറം നിങ്ങൾ ആഗ്രഹിക്കും അല്ലേ. നിങ്ങൾ
ഞാനത് തെറ്റായിട്ട് പറയല്ല, ബട്ട് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിൻ്റെ ഉള്ള ഒരു പേടി വരും, ദാറ്റ് ഞാൻ ഇനി അങ്ങനെ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ മറ്റേ പേഴ്സൺ ഒരു ആഗ്രഹം കൊടുക്കുന്ന പോലെയാവും, അല്ലെങ്കിൽ അവരോടൊരു മോഹിപ്പിക്കുന്ന പോലെയാവുമെന്നും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പേഴ്സൺ ചിലപ്പോൾ ഇതിലും കൂടുതൽ ആഗ്രഹിച്ചാലോ, ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണം പറഞ്ഞാലോ, അപ്പം ഞാനതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും, എൻ്റെ ലൈഫിൽ ഞാൻ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന രീതിക്കൊക്കെ ഇവർ ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ പറയുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ റീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്തിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്കിപ്പോൾ പാരൻസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോൾ എതിർത്ത് എത്ര പേർക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കും? എല്ലാവർക്കും ഒന്നും സാധിക്കില്ല അല്ലേ? നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർ വിചാരിക്കും, കാരണം ഒരാളല്ല, ഒരു വ്യക്തി എന്ന് മാത്രമല്ല, ആ തീരുമാനം എടുക്കുമ്പോൾ അവരെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭാഗത്തായാലും ശരി ഇതേപോലെ ഉണ്ടാവും. നിങ്ങൾ നല്ലോണം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് ഇപ്പോൾ പാരൻസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാരൻസ് മാത്രമല്ല, ഓക്കെ, അവർ ഇപ്പോൾ ഈ പേഴ്സൺ എതിർത്ത് നിന്നാൽ തന്നെ അവിടെ എല്ലാവരും കൂടി ഇടപെടും, എല്ലാവരും ഇൻവോൾവ് ആവും. ഓക്കെ, വീട്ടുകാർ, ഫാമിലീസ്, ഫ്രണ്ട്സ് എല്ലാവരും സംസാരിക്കാനും പറയാനും ഒരുപാട് 100 കാര്യങ്ങൾ ഇവർ കേൾക്കേണ്ടി വരും. അതൊക്കെ കേട്ടിട്ട് എത്ര പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? സോ നിങ്ങളായാലും ശരി അതേ പൊസിഷനിൽ നിങ്ങളെ വെച്ച് നോക്കൂ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് എത്രത്തോളം അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം പറ്റും? സോ അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഒരു പേഴ്സൺ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതിൽ നിങ്ങൾ ഹാപ്പി ആവാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ, നിങ്ങളൊരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റിയ വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് പറ്റിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, അതായത് ശരിക്കും നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കൂ. ഓക്കെ, യെസ്, ഒരു പേഴ്സണിനോട് നിങ്ങൾക്ക് സ്നേഹം തന്നെയാണ്, ഇഷ്ടം തന്നെയാണ്. പക്ഷെ അവിടെ ഉള്ള പരിമിതികൾ അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് ശരിക്കും നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊരു ലൈഫ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിക്ക് തരാൻ പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതല്ല വേണ്ടത്, നിങ്ങൾക്ക് ശരിക്കും എൻ്റെ കൂടെ തന്നെ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയതായിരിക്കില്ല, അവർക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം നിങ്ങളിത് കാത്തിരുന്ന് പക്ഷെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കെ, ഞാൻ കുറേയൊക്കെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ്. ഇനിയുണ്ട് ഒരുപാട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ, നിങ്ങളെ തന്നെ സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു പേഴ്സണിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സ്നേഹം അല്ലെങ്കിൽ കെയർ എന്ത് രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എപ്പോഴും കൂടെ വേണം എന്നാണോ? അതുപോലെ നിങ്ങൾ പറയും ചിലപ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എന്നോടൊന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയും. അതിൽ നിൽക്കുമോ? ആലോചിച്ച് നോക്കൂ. ഓക്കെ, അവിടെ അപ്പോൾ ഒരു ദിവസം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾ അവിടെ കംപ്ലൈൻറ്റ് പറയാൻ പോകുന്നുണ്ടോ? ഓക്കെ, അവിടെ ഇതൊക്കെ കുറേ നിങ്ങൾക്കും കൂടി ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ ഇനി ഒരു ദിവസം കുറച്ച് ടിപ്സായിട്ടൊക്കെ പിന്നീട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിമിതി ഉണ്ടാവും. അത് ഓരോ വ്യക്തിയുടെയും അവനവൻ്റെ ഉള്ളിലെ ഫിയേഴ്സ്, അവരുടെ ഉള്ളിൽ പേടികൾ, ഓക്കെ, അവരുടെ ഇന്നർ ചൈൽഡ് വൂൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ എനിവേ, ഇവിടെ നിങ്ങൾ സിറ്റുവേഷൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇല്ല, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് മാറാൻ ശ്രമിക്കൂ. ഓക്കെ, ഇത് എന്ന് വെച്ച് സ്നേഹം പോവും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എക്സ്പെക്റ്റേഷൻസ് വിട്ട് കളയാം. ഓക്കെ, അവിടെ ആ ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ അവിടുന്ന് നിങ്ങൾ എന്താണ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ദാറ്റ് ഇങ്ങനെയാണ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ ടോക്സിക്കായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം. അങ്ങനത്തെ നിങ്ങൾ വെറുതെ പിടിച്ചു തന്നിട്ട് കാര്യമില്ല. ഓക്കെ, അല്ലാതെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എപ്പോഴും നിങ്ങൾ താണു കൊടുക്കണം എന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുമല്ല. ഓക്കെ, പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. എനിവേ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അത്രയ്ക്ക് എല്ലാവർക്കും മാച്ചായി എന്ന് വരില്ല. എന്തായാലും എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉള്ളിലെ ഫീലിങ്സ് അല്ല, പുറമേ ചിലപ്പോൾ അത് കാണിച്ചു എന്ന് വരില്ല. ഓക്കെ, ആൻഡ് അത് കാരണം അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പലർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. ഇതൊക്കെയാണ് റിയാലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, ഇനി ഞാൻ ഐ തിങ്ക് കുറച്ച് ലൈവായിട്ടൊക്കെ വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഡിസ്കഷനൊക്കെ കൊണ്ടുവരാം. അതൊക്കെയാണ് എൻ്റെ പ്ലാന് ഇനി ജനുവരിയിലേക്ക്. ഓക്കെ, സോ നമുക്ക് കാണാം. ഇനിയും എല്ലാവർക്കും നല്ലൊരു ഉത്സാഹിക്കട്ടെ. നന്ദി, നമസ്കാരം.